ഓക്കെ, അപ്പോൾ ബേസിസ് ഓഫ് ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു സാധനമാണ്, എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു വാക്കായിരിക്കും റെസിഡൻസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരാൾ എവിടെ താമസിക്കുന്നു എന്നതും കൂടെ എന്തിനെ ആശ്രയിച്ചിരിക്കും? അയാൾക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതായത് ഇന്ത്യയിൽ അയാൾ ടാക്സബിൾ ആണോ അല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആദ്യമേ മനസ്സിൽ നിന്ന് എടുത്ത് കളയേണ്ട ഒരു കാര്യം, ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമാണ് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. അങ്ങനെയല്ല. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ലോ ആയതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരാൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാകുന്നത് എപ്പോഴാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആപ്പിളിൻ്റെ ഒരു കേസൊക്കെ കേട്ടിട്ടുണ്ടാകും. ആപ്പിൾ കമ്പനിക്ക് ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ട് ഇവരുടെ. ഒരു 3-4 കൊല്ലം മുമ്പാണ് അവർ ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കാതെ മുങ്ങിക്കളയാനൊക്കെ ശ്രമിച്ചു. സത്യം പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാതെ മുങ്ങിക്കളയാൻ ശ്രമിച്ചതല്ല, ഈ പറഞ്ഞ പോലെ ലോയിലെ ഒരു കുരുക്കുകൾ അവർ ശ്രദ്ധിക്കാതെ പോയിരുന്നു എന്നുള്ളതാണ്. അവിടെയൊക്കെ പറഞ്ഞതാണ് അവരും ടാക്സ് പേ ചെയ്യാൻ ഉള്ള ബാധ്യത ഉണ്ടായി. കാര്യം എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ലോ പറയുന്ന പോലെയുള്ള ഒരു റെസിഡൻസ് അവർക്കും ഉണ്ടായിരുന്നു ഇന്ത്യക്കകത്ത്. അപ്പോൾ റെസിഡൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കിവിടെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോക്കകത്ത് നോക്കാൻ പോകുന്നത് എന്താണ് റെസിഡൻസ് എന്ന് ഇൻഡിവിജ്വലിനും HUF പോലുള്ളവർക്ക്, അതായത് ഒരു ആർട്ടിഫിഷ്യൽ അല്ലാത്ത പേഴ്സൺ ഉള്ള ഒരു മുന്നിൽ നിൽക്കാൻ ഒരു വ്യക്തിയുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സിൻ്റെ കാഴ്ചപ്പാടിലെ പേഴ്സൺ. അവിടെ മനുഷ്യന്മാർക്ക് റെസിഡൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കമ്പനി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണല്ലോ. ഒരു കമ്പനിക്ക് റെസിഡൻസ് എന്ന് പറയുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. എന്നിട്ട് അവസാനം ഈ പറഞ്ഞ ഇൻഡിവിജ്വൽസ്, സാധാരണ മനുഷ്യർക്ക് എപ്പോഴാണ് ഈ ടാക്സ് ലയബിലിറ്റി ഇൻസിഡൻസ് ഉണ്ടാകുന്നത്? ടാക്സ് ഇൻസിഡൻസ് മീൻസ് ഹി ബിക്കം ലയബിൾ ടു പേ ടാക്സ്. എങ്ങനെയാണ് ഈ പറഞ്ഞ റെസിഡൻസിൻ്റെ കാഴ്ചപ്പാടിൽ അവർക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ളൊരു ഇൻകം ബേസ് ചെയ്തിട്ട്, അവരുടെ ഇൻകം ബേസ് ചെയ്തിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് കാര്യം കൂടി നമ്മൾ നോക്കും. ഇത് ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലൊരു ധാരണ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അങ്ങോട്ട് വലുതായിട്ട് ബാധിക്കത്തില്ല. ബട്ട് സ്റ്റിൽ ഇത് നമുക്ക് ഇൻകം ടാക്സ് പഠിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിപ്പോവാം. ഏറ്റവും ആദ്യം ഇൻഡിവിജ്വൽ HUF പോലുള്ളവർക്കൊക്കെ എങ്ങനെയാണ് റെസിഡൻസ് നോക്കുന്നത്? അവിടെ നിങ്ങൾ സ്ഥിരം മുമ്പ് പഠിച്ചിട്ടുള്ളവർ കേട്ടിട്ടുള്ള ഒരു ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത്, 1B + 2A എന്ന് കേട്ടിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ റെസിഡൻസ് നിശ്ചയിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ മാത്രം റെസിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് നിശ്ചയിക്കുന്നതിൻ്റെ 4 കണ്ടീഷൻസ് ഉണ്ട്. 4 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, 4 കണ്ടീഷൻസ് ഉണ്ട്. ആ 4 കണ്ടീഷൻസിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 2 ബേസിക് കണ്ടീഷനും ഉണ്ട്, 2 അഡീഷണൽ കണ്ടീഷനും ഉണ്ട്. ഓക്കെ, 2 ബേസിക് കണ്ടീഷനുണ്ട്, 2 അഡീഷണൽ കണ്ടീഷനുണ്ട്. കൃത്യതയോടെ പറയുന്ന എന്താണ് റെസിഡൻസ് നിശ്ചയിക്കുന്ന, അതായത് ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടോ, എത്ര വെച്ചാൽ ടാക്സ് അടയ്ക്കാനുള്ള ബാധ്യത വരാൻ മാത്രം താമസിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്ന 4 കണ്ടീഷൻസ് ഉണ്ട്. 2 ബേസിക് കണ്ടീഷൻസ് ആണ്, 2 അഡീഷണൽ കണ്ടീഷൻസ് ആണ്. ആദ്യം ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ആ കണ്ടീഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. 2 ബേസിക് കണ്ടീഷനിൽ ആദ്യത്തെ പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പേഴ്സൺ, ഹൂവർ ഇറ്റ് മേ ബി, ഇൻഡിവിജ്വലോ HUF എന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ആൾ ഇൻഡിവിജ്വലിൻ്റെ കാര്യം മാത്രമാണ് ആദ്യം വിചാരിക്കുക. ഇൻഡിവിജ്വൽ എന്ന് ചിന്തിച്ചാൽ നമുക്ക് പിന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യം വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണോ അല്ലയോ, ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യാൻ മാത്രം അയാൾ റെസിഡൻ്റ് ആണോ അല്ലയോ നോക്കുകയാണ്. അപ്പോൾ അതിന് പറയുന്ന ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ അയാൾ ഇന്ത്യയിൽ 182 ദിവസമോ അതിൽ കൂടുതലോ താമസിച്ചിട്ടുണ്ടാവണം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ലോ പറയുന്ന ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? ഇനി നിങ്ങൾ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, പോട്ടെ, കഴിഞ്ഞ ഒരു വർഷം 182 ദിവസം തയ്ക്കാൻ പറ്റിയില്ല. പകരം എന്ത് നോക്കാം? പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ മിനിമം ഒരു 60 ദിവസം ഉണ്ടായിരുന്നോ എങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ 4 വർഷം നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 182 ദിവസം ഇല്ലായിരുന്നു എങ്കിൽ അടുത്ത നോക്കുന്നത് എന്താ? നിങ്ങൾ പ്രീവിയസ് ഇയറിൽ 60 വർഷം ഉണ്ടായിരുന്നോ? 60 വർഷം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞൊരു 4 വർഷത്തെ ഡേറ്റ എടുത്ത് നോക്കും. കഴിഞ്ഞൊരു 4 വർഷത്തിൽ 4 വർഷം കൂടെ എടുക്കുമ്പോൾ 365 ദിവസം. 4 വർഷത്തിൽ ഒരു വർഷം ഫുള്ള് ഉണ്ടാവണമെന്നല്ല പറയുന്നത്. 365 ദിവസം ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ അതെന്താണ്? ഒരു ബേസിക് കണ്ടീഷൻ നിങ്ങൾ ഫുൾഫിൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്. ആദ്യം നോക്കുന്നത് നിങ്ങൾ 182 ദിവസം
ഇന്ത്യയിൽ അല്ലെങ്കിൽ 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിലുണ്ടായിരുന്നോ എങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് റെസിഡൻസിൻ്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞോ. ഇനി അതല്ലെങ്കിൽ എന്ത് നോക്കും, മിനിമം 60 ദിവസമെങ്കിലും ഉണ്ടായിരുന്നോ. ഉണ്ടായിരുന്നെങ്കിൽ പോയ 4 വർഷം, ഈ വർഷം അല്ലെങ്കിൽ മുമ്പുള്ള 4 വർഷം എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് മൊത്തത്തിലൊരു 365 ദിവസം ഇന്ത്യയിലുണ്ടായിരുന്നോ നോക്കും. ഈ 2 കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ബേസിക് കണ്ടീഷൻ. ഒന്നിന് പകരമായിട്ടാണ് മറ്റത് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ബേസിക് പറഞ്ഞല്ലോ, ഇനി എന്തും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ അഡീഷണൽ കണ്ടീഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അഡീഷണൽ കണ്ടീഷൻ എന്ന് നോക്കാം. നമ്മുടെ പ്രീവിയസ് ഇയർ ഉണ്ടല്ലോ, പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള എത്ര വർഷം നോക്കണം? 10 വർഷം നോക്കണം. ഈ 10 വർഷത്തിൽ ഈ പറയുന്ന ആൾ ഓക്കെ മിനിമം ഒരു 2 വർഷമെങ്കിലും നാട്ടിലുണ്ടായിരുന്നു എന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം പറയുന്നത് ഈ കഴിഞ്ഞു പോയ, നമുക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ, അതായത് ഇപ്പോൾ നമ്മളൊരു പ്രീവിയസ് ഇയർ നിൽക്കുകയാണ്, ആ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ഇയർ, ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2024-25 ആണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് വരുന്ന പ്രീവിയസ് ഇയറുകൾ എണ്ണിയെടുക്കണം. അങ്ങനെ ഒരു 7 ഈ പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ 730 ദിവസം നിങ്ങൾ നാട്ടിലുണ്ടായിരുന്നോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒന്ന് ചുരുക്കി പറയുകയാണ്, കണ്ടീഷൻസ് 2 തരമുണ്ട്. എന്തൊക്കെയായിരുന്നു? ഈ പറയുന്ന പോലെ ബേസിക് കണ്ടീഷനും ഉണ്ട്, അഡീഷണൽ കണ്ടീഷനും ഉണ്ട്. ബേസിക് കണ്ടീഷൻ പറയുന്നത് ആദ്യത്തെ, നിങ്ങൾ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ, കഴിഞ്ഞ വർഷം ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ ടാക്സ് ലയബിളായി വരുന്ന പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ, അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുമ്പത്തെ ഇയർ നോക്കുമ്പോൾ 182 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ എന്ത് നോക്കും? ശരി, 182 ദിവസം നിങ്ങൾക്ക് തികയ്ക്കാൻ പറ്റില്ല, 60 ദിവസമെങ്കിലും ഉണ്ടാകുന്ന നോക്കൂ. ഉണ്ടെങ്കിൽ എന്ത് നോക്കാം? ഈ പറഞ്ഞ തൊട്ട് മുമ്പത്തെ 4 വർഷം നോക്കുമ്പോൾ 365 ദിവസം നാട്ടിലുണ്ടായിരുന്നോ നോക്കണം. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ രണ്ടാമത്തെ നോക്കത്തുള്ളൂ ബേസിക്കലി. പക്ഷേ അഡീഷണൽ അങ്ങനെയല്ല പറയുന്നത്. 10 വർഷത്തിൽ 2 വർഷവും കഴിഞ്ഞ 7 വർഷത്തിൽ 732 ദിവസവും നിങ്ങൾ ഉണ്ടായിരുന്നോ നോക്കും. ഇത്രയും കാര്യങ്ങളാണ് റെസിഡൻസിൻ്റെ നോക്കുന്നത്. ഇനി ഇത് വച്ചിട്ട് എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്? അവിടെയാണ് ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ആദ്യം നോക്കും ഈ പറഞ്ഞ ഫോർമുല, ഒരു ബേസിക് കണ്ടീഷനെങ്കിലും നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. ഓർക്കുക, ഒന്നിന് പകരമാണ് നമ്മൾ മറ്റേത് പറഞ്ഞത്. ഈ പറഞ്ഞ പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് 182 ദിവസം തയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ശരി പോട്ടെ, നിങ്ങൾ 60 ദിവസമെങ്കിലും ഉണ്ടായിരുന്നോ, എങ്കിൽ ഇന്നൊരു സാധനം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു എന്ന് പറയാം. അങ്ങനെ പറയുന്നുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് നോക്കത്തില്ല. ഏതേ നോക്കത്തുള്ളൂ? ഒരു ബേസിക് കണ്ടീഷനേ നോക്കത്തുള്ളൂ. ഒരു ബേസിക് കണ്ടീഷനും പിന്നെ ഈ പറഞ്ഞ 2 അഡീഷണൽ കണ്ടീഷനും നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻകം ടാക്സ് ആക്ട് എന്തെന്ന് വിളിക്കും? ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കും. ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ബേസിക് കണ്ടീഷൻ മാത്രമേ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അഡീഷണൽ കണ്ടീഷൻസ് 0 ആണ്. 0 മീൻസ് നിങ്ങൾക്ക് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ എന്നാലും റെസിഡൻ്റ് തന്നെയാണ്. എന്ത് വിളിക്കും? നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട്, എന്നാലും ഒരു ഓർഡിനറി റെസിഡൻറ്റിൻ്റെ അത്രയും കാലം നിന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ബേസിക് കണ്ടീഷനും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല, പിന്നെ അഡീഷണൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ചോദ്യമേ ഇല്ല. അവിടെ വാട്ട് എവർ ഇറ്റ് മേ ബി. ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തായിട്ട് മാറും? നോൺ റെസിഡൻ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഇൻകം ടാക്സിലോ റെസിഡൻസ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആളാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ഒരു ബേസിക് കണ്ടീഷൻ മിനിമം ഫോളോ ചെയ്യുക, 2 അഡീഷണൽ കണ്ടീഷൻ ഫോളോ ചെയ്താൽ നിങ്ങൾ ഓർഡിനറി റെസിഡൻ്റായി. ഒരു ബേസിക് കണ്ടീഷനും പിന്നെ ഒരു അഡീഷണൽ കണ്ടീഷനും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നോട്ട് ഓർഡിനറി റെസിഡൻ്റായി. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ പറഞ്ഞ 2 സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് തന്നെയാണ്? റെസിഡൻ്റ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഇൻകം ടാക്സിൻ്റെ കാഴ്ചപ്പാടിൽ. പക്ഷേ മൂന്നാമത്തെ സിറ്റുവേഷൻ, നിങ്ങൾ ബേസിക് കണ്ടീഷൻ ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ ഈ വർഷം ഇപ്പോൾ നമ്മൾ കണക്കിലെടുക്കുന്ന പ്രീവിയസ് ഇയറിൽ 182 ദിവസവും നാട്ടിലില്ല. സെയിം ടൈം ഈ വർഷം ഒരു 60 ദിവസം പോലും കാണത്തില്ല. അല്ലെങ്കിൽ 60 ദിവസം ഉണ്ടായിരുന്നു, 4 വർഷത്തിൽ 365 ദിവസം തികയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ എന്തായി മാറും? നോൺ റെസിഡൻ്റ് ഓഫ് ഇന്ത്യ നമ്മുടെ ഇൻകം ടാക്സ് ലോൻ്റെ കാഴ്ചപ്പാടിൽ. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും റെസിഡൻറ്റ് മാത്രം ടാക്സ് അടച്ചാൽ മതി, നോൺ റെസിഡൻറ്റ് ടാക്സ് അടയ്ക്കേണ്ട. അങ്ങനെയല്ല, നമ്മളതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബേസിക് ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ റെസിഡൻസിനെ നമ്മൾ എങ്ങനെ തിരിക്കുന്നുണ്ട്? ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻ,
രണ്ട് കണ്ടീഷൻ വീതമുണ്ട്. ബേസിക് കണ്ടീഷൻ ഒരെണ്ണം ഫുൾഫിൽ ചെയ്താൽ മതി, അഡീഷണൽ കണ്ടീഷൻ രണ്ടും ഫുൾഫിൽ ചെയ്യണം. ബേസിക് കണ്ടീഷൻ മാത്രം ഫുൾഫിൽ ചെയ്താൽ അയാൾ എന്തായി മാറി? റെസിഡൻ്റ് തന്നെയാണ്, പക്ഷേ എന്തെന്ന് വിളിക്കും? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്? ഒരു സാധാരണക്കാരൻ്റെ കാര്യം, ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യം. ഇനി ഈ പറഞ്ഞ HUF, AOP, BOA ഒക്കെ ഉണ്ടല്ലോ, ഇവരുടെ റെസിഡൻസ് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ കണ്ടീഷൻ വച്ചിട്ട് തന്നെയാണ്. പക്ഷേ എന്താണ് പ്രത്യേകത? അവിടെ അവർക്ക് ഒരു ഹെഡ് കാണുമല്ലോ. HUFൻ്റെ കാര്യത്തിൽ കറുത്ത കാണാം, ഇല്ലെങ്കിൽ AOPക്ക് ഒരു ഡയറക്ടർ വല്ലതും കാണും. അങ്ങനെ ആ മുമ്പിൽ നിൽക്കുന്ന ഹെഡ് ഉണ്ടല്ലോ, അയാൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യം ഫുൾഫിൽ ചെയ്യണം. പ്ലസ് അവരുടെ HUFൻ്റെ AOPൻ്റെ ഒക്കെ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എവിടെ ആയിരിക്കണം? ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ലോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വാട്ടർ വിത്ത് മേ ബി. ഇങ്ങനെയാണ് HUFൻ്റെ AOPൻ്റെ കാര്യം നോക്കുന്നത്. കറുത്ത എന്ത് ചെയ്യണം? കറുത്ത ഒരു ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ HUFനെ ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഈ കറുത്ത നോട്ട് ഓർഡിനറി ആണെങ്കിൽ അങ്ങനെ, കറുത്ത നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അങ്ങനെ. പ്ലസ് അവരുടെ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം. ഇങ്ങനെയാണ് HUFൻ്റെ AOPയുടെ കാര്യം പറയുന്നത്. ഇനി കമ്പനിയുടെ കാര്യം പറയുമ്പോഴോ, കമ്പനിയുടെ ഒരൊറ്റ കാര്യം മാത്രമേ നോക്കുള്ളൂ, അവരുടെ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണോ? ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ രജിസ്റ്റേർഡ് ഹെഡ് ഓഫീസ് അങ്ങനെയൊക്കെ ഉള്ളൂ, അല്ലാതെ മൊത്തം ഇന്ത്യയിലാവണമെന്നൊന്നുമില്ല. അപ്പോൾ അവരുടെ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണ്. അവർ ഇന്ത്യൻ രജിസ്റ്റേർഡ് കമ്പനി ആണെങ്കിൽ അവർ റെസിഡൻറ്റും, അവരുടെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഇന്ത്യയിലല്ലെങ്കിൽ അവരെന്തെന്നും നോൺ റെസിഡൻറ്റും. അവിടെ ഈ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നാണ് സാധനമില്ല. ഓക്കെ, കമ്പനിയുടെ കാര്യം പറയുമ്പോൾ റെസിഡൻ്റ് ആണോ നോട്ട് റെസിഡൻ്റ് ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇൻഡിവിജ്വലിൻ്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ നോക്കി, HUFൻ്റെ കാര്യം എങ്ങനെയായിരുന്നു, കമ്പനിയുടെ എങ്ങനെയായിരുന്നു, ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന സിമ്പിൾ സാധനമേ ഉള്ളൂ. ഇനി വളരെ റീസെൻ്റായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻ്റ് എന്നത് കൂടാതെ ഒരു പുതിയൊരു സാധനം കൂടെ നമ്മുടെ ഇൻകം ടാക്സ് ലോ പറയുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? ഡീംഡ് റെസിഡൻ്റ് എന്ന് പറയും. ഈ ഡീംഡ് റെസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു റെസിഡൻസിൻ്റെ കാര്യമല്ല നോക്കുന്നത്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് അയാൾ, പക്ഷേ അയാളുടെ താമസമൊക്കെ വെളിയിലാണ്. ഓക്കെ, ഇയാൾക്ക് ഇന്ത്യയിൽ നിന്ന്, ഫോറിൻ ഇൻകം അല്ല, ഇന്ത്യയിൽ നിന്ന് ഒരു 15 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ, 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷേ അയാൾ ഇന്ത്യൻ റെസിഡൻ്റ് ഒന്നുമല്ല. നമുക്ക് ഈ ഒരു പറഞ്ഞ നോൺ റെസിഡൻ്റ് കാറ്റഗറിയിലൊക്കെ വരുന്ന ആളായിരിക്കും. ഓക്കെ, പക്ഷേ അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, അയാൾ നോൺ റെസിഡൻ്റ് ആണ്, 15 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നുണ്ട്. സെയിം ടൈം വിദേശത്ത് ഒരിടത്തു നിന്നും അയാൾ എന്തല്ല, ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനല്ല. ഫോറിൻ ലോ പ്രകാരം അയാൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനല്ല. ഇപ്പം പറഞ്ഞ 3 കണ്ടീഷൻ നോക്കണം. ഒന്ന്, ഇന്ത്യൻ സിറ്റിസൺ ആണ്, അയാൾക്ക് ഫോറിൻ ഇൻകം അല്ലാതെ ഇന്ത്യയിൽ നിന്നൊരു 15 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ട് ഒരു വർഷം. സെയിം ടൈം അയാൾ ലോകത്ത് മറ്റൊരിടത്തും ആ 15 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കുന്നില്ലെങ്കിൽ അയാളെ ഒരു ഡീംഡ് റെസിഡൻ്റായിട്ട്, നമ്മൾ മറ്റേ OR NOR എന്ന് പറഞ്ഞ പോലെ ഡീംഡ് റെസിഡൻ്റായിട്ട് പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ അയാൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാക്കി മാറ്റും. വളരെ റീസെൻ്റായിട്ട് കൊണ്ടുവന്നൊരു റൂളാണ്. ഓക്കെ, നിങ്ങൾ പഴയ ബുക്ക് നോക്കി ഈ സാധനം കാണത്തില്ല. അതിനെ വീണ്ടും പറയുന്നു, പഴയ ബുക്കുകൾ ഒരു കാരണവശാലും ഇൻകം ടാക്സ് ഉപയോഗിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, ഇത് അവസാനം ഡീംഡ് റെസിഡൻറ്റ്. ഇതാണ് റെസിഡൻസിൻ്റെ കാര്യം പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നും, ഈ റെസിഡൻസിൻ്റെ കാര്യം എന്തിനാണ് പറഞ്ഞത്? അതിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ടാക്സിൻ്റെ ഇൻസിഡൻസ് ഉണ്ടാകുന്നത്, ഇൻസിഡൻസ് മീൻസ് ടാക്സ് അടയ്ക്കാൻ അയാളുടെ മേലൊരു ഇമ്പോസിങ് ഉണ്ടാകുന്നത്, അയാളുടെ മേൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യത ഉണ്ടാകുന്നത് ഈ റെസിഡൻസിനെ ആശ്രയിച്ചിരിക്കും. എങ്ങനെയാണെന്ന് കൂടെ നോക്കി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മളതിലേക്ക് പോവാം. ഇതാണ് സാധനം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുന്നവന് തോന്നും. സിമ്പിളാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാര്യം ഇത് കാണാതിരുന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് എന്ന് പറയുന്നത്. നോക്കുക, നിങ്ങൾക്ക് കിട്ടിയ ഇൻകത്തിനെ 9 ലോ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ അക്രൂഡ് ഓർ അറൈസൺ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, നമുക്ക് ഇന്ത്യയിൽ ഒരു വരുമാനം കിട്ടി, അത് അക്രൂ ചെയ്തതോ അറൈസ് ചെയ്തതോ. ഓക്കെ, അക്രൂ ചെയ്തത് മീൻസ് അത് കിട്ടേണ്ടിയിരുന്നതോ അത് ഇൻകം ഉണ്ടാവാനുള്ള കാരണം സംഭവിച്ചതോ. ഫോർ എക്സാമ്പിൾ, എന്ത് പറയാൻ, നീ വിദേശത്ത് ചെന്ന് ജോലി ചെയ്തു ഒരു കമ്പനിക്ക് വേണ്ടി. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ നിന്നാണ് നീ എന്ത് ചെയ്യുന്നത്, ആ കമ്പനിയുടെ ഇന്ത്യൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇൻകം കൈപ്പറ്റുന്നത്, വരുമാനം കൈപ്പറ്റുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന വരുമാനം, അതിന്മേൽ നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണോ അല്ലയോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതവിടെ നോക്കിയടാ,
അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ റെസിഡൻറ്റ് സ്റ്റാറ്റസ് ഓർഡിനറി റെസിഡൻ്റ് ആയിക്കോട്ടെ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിക്കോട്ടെ, നോൺ റെസിഡൻ്റ് ആയിക്കോട്ടെ, ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിന്നാണ് ഇൻകം കൈപ്പറ്റുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായോ? ഇതേപോലെ അടുത്ത് നോക്കാം. ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ അക്രൂഡ് ഓർ അറൈസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കിട്ടിയതല്ല. ഓക്കെ, ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വിദേശത്ത് എന്തോ ജോലി ചെയ്തതിൻ്റെ അവിടെ നിന്ന് കിട്ടേണ്ടിയിരുന്ന ഇൻകമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ വച്ചല്ല തന്നതും. നേരത്തെ ഇന്ത്യയിൽ വച്ചായിരുന്നു തന്നതെന്നെങ്കിലും പറഞ്ഞു. ഇവിടെ ഇന്ത്യയിൽ വച്ചല്ല തന്നത്. പക്ഷേ ചില നിയമത്തിൻ്റെ കാരണങ്ങളാൽ തൊട്ട് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ 15 ലക്ഷത്തിൻ്റെ ഒരു കേസ് പറഞ്ഞില്ലേ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്ക്. അതേപോലെ എന്തോ ഒരു കാരണം കൊണ്ട് അത് ഇന്ത്യയിൽ കൊടുക്കേണ്ടിയിരുന്ന ഇൻകമായിട്ട്, അല്ലെങ്കിൽ അയാൾ ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകമായിട്ട് നമ്മൾ ലോ കൺസിഡർ ചെയ്തു. അതിനാണ് ഡീം ടു ബി റിസീവ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലോ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡിനറി റെസിഡൻ്റ് ആയിക്കോട്ടെ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിക്കോട്ടെ, നോൺ റെസിഡൻ്റ് ആയിക്കോട്ടെ, ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. മനസ്സിലായില്ലേ? അടുത്ത പറയുന്നത് നേരെ തിരിച്ചാണ്. അതായത് ഇന്ത്യയിൽ അക്രൂ ചെയ്തതോ അറൈസ് ചെയ്തതോ ആയ ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ വെദർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ്. ഇന്ത്യയിൽ കിട്ടേണ്ടിയിരുന്ന, ഇന്ത്യയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള യോഗ്യത ഉണ്ടായതോ ഇന്ത്യയിൽ ചെയ്ത കാരണങ്ങളാൽ ഉത്ഭവിക്കപ്പെട്ട നിങ്ങളുടെ ഇൻകമോ. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടിയത് ഇന്ത്യയിൽ വെച്ചായിക്കോട്ടെ പുറത്ത് വെച്ചായിക്കോട്ടെ, ഇന്ത്യ ആയിരുന്നു അതിൻ്റെ പിന്നിലെ കാരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെസിഡൻ്റ് ആയിരുന്നാലും, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിരുന്നാലും, ഓർഡിനറി റെസിഡൻ്റ് ആയിരുന്നാലും ഏതേ പറ്റൂ, ഇന്ത്യയിൽ തന്നെ അതിൻ്റെ ടാക്സ് കൊടുത്തേ പറ്റൂ. ഇന്ത്യയിൽ അതെന്താണ്, ഒരു ടാക്സബിൾ ഇൻകം ആയിരിക്കും. ഇനി അടുത്തത് ഇൻകം ഡീം ടു ബി അക്രൂഡ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ പറഞ്ഞത് ഒരേ കാറ്റഗറിയാണ്. അതായത് ഇവിടെ ഇവിടെ നമുക്ക് ഇൻകം റിസീവ് ചെയ്തു, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യാൻ ഡീംഡ് ആയിരുന്നു. ഇത് ഇന്ത്യയിൽ അറൈസ് ചെയ്തു, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യാൻ ഡീംഡ് ആയിരുന്നു. ആ സിറ്റുവേഷനിലെല്ലാം ആരെന്ന് നോക്കാതെ നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായില്ല? അതൊന്നും കോമൺ ആയിട്ട് മനസ്സിലുണ്ടാവണം. ഇന്ത്യയിൽ റിസീവ് ചെയ്തതോ റിസീവ് ചെയ്യാൻ ഡീം ചെയ്തതോ, ഇന്ത്യയിൽ അക്രൂർ ഓർ അറൈസ് ചെയ്തതോ, ഇന്ത്യയിൽ അക്രൂർ ഓർ അറൈസ് ചെയ്യാൻ ഡീംഡ് ആയതോ. ഡീംഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ? ലോ ഫോഴ്സ്ഫുള്ളി അങ്ങനെ പറയുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ എല്ലാം തോന്നുമെങ്കിലും ലോ ഫോഴ്സ്ഫുള്ളി പറയുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഇന്ത്യൻ സിറ്റിസനായ 15 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള വിദേശത്തും ടാക്സ് അടയ്ക്കേണ്ടി ബാധ്യത ഇല്ലാത്ത ഒരാൾ. അവിടെ ഇതായിട്ട് നമ്മൾ അങ്ങ് കണക്കാക്കും. ആ ഒരു വാക്കാണ് ഡീംഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകമോ, റിസീവ് ചെയ്യാൻ ഡീമായ ഇൻകമോ, ഇന്ത്യയിൽ അക്രൂർ ഓർ അറൈസ് ചെയ്ത ഇൻകമോ, ഇന്ത്യയിൽ അക്രൂർഡ് ഓർ അറൈസ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഇൻകമോ, അതാണ് ഡീംഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സിറ്റുവേഷനിൽ നിങ്ങളുടെ റെസിഡൻസ് നോക്കാതെ, റെസിഡൻസിന് അവിടെ ഒരു ഇതുമില്ല, നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്ത്യയിൽ അത് ടാക്സബിൾ ഇൻകമായിട്ട് കണക്കിലെടുക്കും. ഇനി അങ്ങോട്ട് കഥ മാറുകയാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല ഇനി അങ്ങോട്ട് വരുന്നത്. ശ്രദ്ധിക്കുക. ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂഡ് ഓർ അറൈസൺ. ഓക്കെ, 3 സിറ്റുവേഷൻ ഒരുമിച്ച് പറയാണ്. റിസീവ്ഡ് ആയിക്കോട്ടെ, അക്രൂഡ് ആയിക്കോട്ടെ, അറൈസ് ആയിക്കോട്ടെ. ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ഓർ എ പ്രൊഫഷണൽ സെറ്റപ്പ് ഇൻ ഇന്ത്യ. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻകം നിങ്ങൾ റിസീവ് ചെയ്യുന്നതോ അത് കിട്ടേണ്ട ബാധ്യത, അത് നിങ്ങൾക്ക് അറൈസ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലല്ല, ഇന്ത്യയുടെ പുറത്താണ്. നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ നമ്മൾ ഇന്ത്യക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇന്ത്യയുടെ പുറത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു ഇൻകം റിസീവ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അത് അക്രൂ ആവുന്നു, ഇല്ലെങ്കിൽ അറൈസ് ചെയ്യുന്നു. അക്രൂ ആവുന്ന വെച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പഠിച്ചുള്ളവർക്ക് അറിയാം. അത് ഇങ്ങനെ അക്യുമുലേറ്റഡ് ആയിട്ട് കിടക്കുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട്, അവർക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നമുക്ക് അക്യുമുലേറ്റഡ് ആയിട്ടും കിടക്കും. അവർ തരാനുള്ളത് കൂട്ടിയിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ റിസീവ് ചെയ്തായിക്കോട്ടെ, ഇൻകം അത് റിസീവ് ചെയ്തായിക്കോട്ടെ, അക്രൂ ചെയ്തായിട്ട്, അറൈസ് ചെയ്തായിക്കോട്ടെ, എവിടെ വെച്ചായിരിക്കും? ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് വച്ചാണ്. പക്ഷേ ഇത് തരുന്നതാരാണ്? ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയോ ഒരു പ്രൊഫഷണൽ സെറ്റപ്പോ ആണ് തരുന്നതെങ്കിൽ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇന്ത്യയുടെ പുറത്ത് വെച്ച് നിങ്ങൾക്ക് കിട്ടിയതോ കിട്ടാൻ ബാധ്യതയുള്ള എന്തോ ആയിക്കോട്ടെ, തരുന്നതാരാണ്? ഇന്ത്യയിൽ ഉള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് ആണെങ്കിൽ, നിങ്ങളൊരു ഓർഡിനറി റെസിഡൻറ്റോ നോട്ട് ഓർഡിനറി റെസിഡൻറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തേ പറ്റൂ? ഇന്ത്യയിൽ അതിനെ ടാക്സബിളായിട്ട് കണക്കിലെടുത്തേ പറ്റൂ. പക്ഷേ നിങ്ങളൊരു നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് വെച്ച് കിട്ടിയതല്ലേ, അതുകൊണ്ട് നമ്മൾ എന്തിലെടുക്കണ്ട?
കണക്കാക്കി എടുക്കണ്ട. അതിന് നിങ്ങളിവിടെ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. ഓർക്കുക, ഇന്ത്യയുടെ പുറത്ത് വെച്ചാണ് കിട്ടിയത്. കമ്പനി എവിടെ ഉള്ളതാണ്? ഇന്ത്യയിലുള്ളതാണ്. അതാണ് നമ്മുടെ 5-ാമത്തെ. ഇനി നമ്മൾ എങ്ങോട്ട് പോവാണ്? 6-ാമത്തേലേക്ക് പോവാണ്. ശ്രദ്ധിക്കുക. ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂഡ് ഓർ അറൈസൺ ഔട്ട്സൈഡ് ഇന്ത്യ. നേരത്തെ പറഞ്ഞ അതേ ഇൻകത്തിൻ്റെ സിറ്റുവേഷൻ അതേ തന്നെയാണ്. ഇനി കമ്പനി എവിടെ ഉള്ളത് നോക്കാം. ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ഓർ എ പ്രൊഫഷണൽ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ ഇൻകം റിസീവ് ചെയ്തത് ഔട്ട്സൈഡിലാണ്, പക്ഷേ കമ്പനി ഇന്ത്യയിലുള്ളതായിരുന്നു. ഇവിടെ ഇൻകം റിസീവ് ചെയ്യുന്നതും പുറത്തു നിന്നാണ്, കമ്പനിയും പുറത്തുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിന് എന്ത് ചെയ്തേ പറ്റൂ? ടാക്സ് അടച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ എന്ത് ചെയ്യേണ്ട? ഒരു നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലോ നോൺ റെസിഡൻ്റ് ആണെങ്കിലോ ടാക്സ് അടയ്ക്കേണ്ട. ഓർക്കുക, ഇവിടെ കമ്പനി എന്താണ്? കമ്പനിയും പുറത്താണ്, കിട്ടിയതും പുറത്ത് വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? അതാണ് 6-ാമത്തെ സിറ്റുവേഷൻ. ഇനി 7-ാമത്തെ സിറ്റുവേഷനിലേക്ക് പോവാണ്. ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എനി അതർ സോഴ്സ്. ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂഡ് ഓർ അറൈസ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് വെച്ച് കിട്ടിയതാണ്. ഏത് സോഴ്സാണെന്നുള്ളത് ചോദിക്കുന്നില്ല. അത് എവിടെ നിന്നും ആയിക്കോട്ടെ. ഈ പറഞ്ഞ ഒരു കമ്പനി, ഇനി അതർന്ന് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്താ? ഈ പറഞ്ഞ പോലെ ഒരു ഇന്ത്യയിലോ ഇന്ത്യയുടെ പുറത്തോ സെറ്റപ്പ് ചെയ്തിട്ടുള്ള കമ്പനിയും അല്ല, പ്രൊഫഷണൽ സെറ്റപ്പും അല്ല, മറ്റേതോ ഒരു അതർ സോഴ്സിൽ പെടുന്നതാണ്. ഓക്കെ, അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ ഓർഡിനറി റെസിഡൻറ്റിന് മാത്രമേ അടയ്ക്കാൻ ബാധ്യതയുള്ളൂ. നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും അത് കൊടുക്കാനുള്ള ബാധ്യതയില്ല. ഓർ അവരുടെ ടാക്സബിൾ ഇൻകമായിട്ട് അതിനെ കണക്കെടുക്കില്ല. ആ ഇൻകത്തിന് എന്തില്ല? ഇന്ത്യയിൽ ടാക്സ് ഇൻസിഡൻസ് ഇല്ല. ഇനി 8-ാമത് പറയുന്നത് ഇൻകം അക്രൂഡ് ഓർ അറൈസൺ ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് വെച്ച് റിസീവ് ചെയ്ത ഇൻകം ഇൻ ഏർലിയർ ഇയേഴ്സ് ബട്ട് ലേറ്റർ ഓൺ റെമിറ്റഡ് ടു ഇന്ത്യ ഡ്യൂറിങ് പ്രീവിയസ് ഇയർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കേൾക്കുന്നതിലൊരു 40% ആൾക്കാരുടെ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരെങ്കിലും ഇവിടെ കാണും, ഗൾഫിൽ കാണുമല്ലേ. അവരെന്ത് ചെയ്യാണ്? നിങ്ങളുടെ ബന്ധുക്കൾ ആരോ ഗൾഫിൽ കിടന്നിട്ട്, നിങ്ങളുടെ അച്ഛൻ തന്നെയാണെന്ന് വിചാരിക്കുക, ഗൾഫിൽ കിടന്ന് വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് അവരുടെ സമ്പാദ്യം കൊണ്ടുവരികയാണ്. ആ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. അതായത് അവരുടെ ഇൻകം റിസീവ് ചെയ്തതും എല്ലാം എവിടെയാണ്? ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. ഇൻ ഏർലിയർ ഇയേഴ്സ്, മുൻ വർഷങ്ങളിൽ കിട്ടിയതാണ്. ഈ വർഷം അവരെന്ത് ചെയ്യാണ്? ഈ പ്രീവിയസ് ഇയറിൽ അവരതെല്ലാം കൊണ്ട് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നോക്കുക, അയാളൊരു ഓർഡിനറി റെസിഡൻ്റ് ആയിക്കോട്ടെ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിക്കോട്ടെ, നോൺ റെസിഡൻ്റ് ആയിക്കോട്ടെ, അവർക്ക് എന്ത് കൊടുക്കുകയാണ്? അത് ഇന്ത്യയിൽ നിലവിൽ എന്തല്ല, ഈ വർഷത്തെ ടാക്സബിൾ ആയിട്ട് കണക്കിലെടുക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് നല്ലൊരു ഇതാണ് കൊടുക്കുന്നതെന്ന്. ഇല്ലെങ്കിൽ അവരുടെ മൊത്തം വരുമാനത്തിന്, അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വരുമാനത്തിലെല്ലാം കൂടെ കൊണ്ട് ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, എന്തല്ല മുൻ വർഷങ്ങളിൽ വിദേശ രാജ്യത്ത് നിങ്ങൾക്ക് റേസ് ചെയ്ത ഇൻകം അത് ഈ വർഷം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറി പെടുന്ന, റെസിഡൻസിൻ്റെ ഏത് കാറ്റഗറി പെടുന്ന ആളായിക്കോട്ടെ, എന്തായിട്ട് കണക്കിലെടുക്കില്ല? അതിന് ഇവിടെ ടാക്സബിൾ ഇൻകമായിട്ട് കണക്കിലെടുക്കില്ല. ഫൈനലി വെരി ഇമ്പോർട്ടൻറ്റ് വൺ, പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഇൻ പ്രീവിയസ് ഇയർ. 8ഉം 9ഉം ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. മുൻ വർഷങ്ങളിൽ നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്ന വരുമാനം, സമ്പാദിച്ച വരുമാനം ഇന്ത്യയിലേക്ക് ഈ വർഷം കൊണ്ടുവരുന്നു. നിങ്ങൾ ഗൾഫ് ജീവിതം മതിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ USA ജീവിതം മതിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അവിടെ 2 സിറ്റുവേഷൻ പറയാണ്. ഇവിടെ നിങ്ങളുടെ ഏത് ഇൻകമാണെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും മക്കളെ. എന്താണ്? കഴിഞ്ഞ വർഷങ്ങളിൽ അവർ വിദേശ രാജ്യത്ത് ഉണ്ടാക്കിയ വരുമാനം എന്ന് പറഞ്ഞാൽ അവിടെ അവർ ടാക്സ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അവിടെ ഒരു ടാക്സ് സിസ്റ്റം കാണും. ഇനി അഥവാ ടാക്സ് സിസ്റ്റം ഇല്ലെങ്കിൽ അത് ആ വിദേശ രാജ്യത്തിൻ്റെ കുഴപ്പമാണ്. നമ്മളതിൻ്റെ മേൽ മുതലെടുക്കാനൊന്നും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ 2ാമത്തെ ഒരു സിറ്റുവേഷൻ പറയുന്നത്. നിങ്ങളുടെ ഫോറിൻ ഇൻകം ഇതുവരെ നിങ്ങൾ ഒരു ടാക്സും കൊടുത്തിട്ടില്ലാതെയാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ, വിദേശ രാജ്യങ്ങളിലൊന്നും എന്ത് കൊടുത്തിട്ടില്ല? ടാക്സ് കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? ആരോ ആയിക്കോട്ടെ, അതിന്മേൽ നമ്മൾ എന്ത് ചെയ്യില്ല? ടാക്സ് പിടിക്കത്തില്ല. അപ്പോൾ ഇതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അറിയുന്നത്? ആരാണ് ഓർഡിനറി റെസിഡൻറ്റ്, ആരാണ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ആരാണ് നോൺ റെസിഡൻറ്റ് നോക്കി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. എളുപ്പമാണ്. ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി. കണക്റ്റഡാണ് തമ്മിൽ. അപ്പോൾ എല്ലാവർക്കും റെസിഡൻസിൻ്റെ ബേസിസ് മനസ്സിലായി വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഞാൻ പറ്റുന്ന പോലെ അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ താങ്ക് യു ഓൾ.